ഹലോ, വെൽക്കം ടു മൈ ചാനൽ. അപ്പം ഞാനിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എനിക്ക് എങ്ങനെയാണ് +2 കെമിസ്ട്രിക്ക് ഇങ്ങനെ 95 കിട്ടിയത്, എൻ്റെ സ്ട്രാറ്റജീസൊക്കെ എന്തായിരുന്നു എന്നൊക്കെയാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പം ഞാൻ ആക്ച്വലി ഫോമുലാസൊക്കെ എഴുതി പഠിച്ചുകൊണ്ടിരുന്നത്. പിന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ കാരണം ഇത് കുറേ ഫോമുലാസ് ഉണ്ട്, ഈ ഓർഗാനിക്കും ഇനോർഗാനിക്കും എല്ലാം കൂടി കൂട്ടി കുറേ സംഭവങ്ങളുണ്ട്. അപ്പോൾ അതെല്ലാം നമ്മൾ പഠിച്ചാലും നമ്മൾ ചിലപ്പോൾ ചിലതൊക്കെ മറന്നു പോകും. അപ്പം ഞാനൊരു 10 വർഷം മുന്നത്തെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു, സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യുമായിരുന്നു. ആദ്യം ഞാൻ തിയറി ഒന്ന് ജസ്റ്റ് റിഫ്രഷ് ചെയ്യും, ഓൾറെഡി അറിയാവുന്നതുകൊണ്ട് റിഫ്രഷ് ചെയ്യും. പിന്നെ ഞാൻ ചെയ്തുകൊണ്ടിരുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഇപ്പം ഒരു ക്വസ്റ്റ്യൻ വന്നാൽ ചിലപ്പോൾ അവർ കെമിക്കൽ ഫോമുല ചോദിക്കത്തില്ല. പക്ഷേ എൻ്റെ സാറ് പറഞ്ഞായിരുന്നു കെമിക്കൽ ഫോമുല ചോദിച്ചാലും ഇല്ലെങ്കിലും അത് എഴുതണം നമ്മൾ. കാരണം കെമിസ്ട്രിയിൽ കെമിക്കൽ ഫോമുലയാണ് മാറ്റർ ചെയ്യുന്നത്. ആ ഫോമിൽ ഒരു കോയിഫിഷ്യൻറ്റോ അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും സംഭവം മാറിയാൽ, എന്തെങ്കിലും ഒരു എന്നെ മാറിയാൽ പോലും വ്യത്യാസമുണ്ട്. അപ്പം അത് ഒക്കെ നല്ല രീതിയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അപ്പം ഞാൻ അതൊക്കെ ശ്രദ്ധിച്ചായിരുന്നു എഴുതിക്കൊണ്ടിരുന്നത്. പിന്നെ ഒരു ടിപ്പെന്നുള്ള രീതിയിൽ പറയുന്നത് ഈ ഒരു ചാപ്റ്റേഴ്സ് പഠിക്കുമ്പോഴത്തേക്കും നിങ്ങളൊരു ഫ്ലോയിൽ പഠിക്കണം. ഇപ്പം നിങ്ങൾക്കിനി ഒരു 4.5 ദിവസം കൂടി ബാക്കിയുണ്ട്. അപ്പം ആ ഒരു ഫ്ലോയിൽ പഠിക്കണം. ഞാൻ ആ ഫ്ലോ അടുത്ത വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യാം, എങ്ങനെ പഠിക്കണം എന്നുള്ളത്. കാരണം പലർക്കും അതറിയത്തില്ല. അതായത് ഇപ്പം എക്സാമിന് തലേന്ന് ഒരു 4 ദിവസം ഉണ്ടെങ്കിൽ എങ്ങനെ അത് എഫക്റ്റീവായിട്ട് പഠിക്കണം എന്ന് പലർക്കും അറിയത്തില്ല. അപ്പം ഈ ഓർഗാനിക്കൊക്കെ എന്ന് പറഞ്ഞാൽ മറന്നു പോകുന്ന സാധനങ്ങളാണ്. അതൊക്കെ അതായത് എക്സാമിൻ്റെ തലേന്ന് ഓൾറെഡി പഠിച്ചിട്ടുള്ള ആളാണെങ്കിൽ കേട്ടോ, തലേന്നൊക്കെ പഠിക്കുന്നതായിരിക്കും നല്ലത്. ഇപ്പോൾ ഓർഗാനിക് ഒന്നും നോക്കാത്ത ആളാണെങ്കിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയാൽ മാത്രം മതി. അല്ല, നമുക്ക് സമയമില്ല. കാരണം ഇത് കുറേ റിയാക്ഷൻസ് ഉണ്ട്, എല്ലാത്തിൻ്റെയും ഫോമേഷൻ, എല്ലാത്തിൻ്റെയും സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് ഇതാക്കാൻ ഭയങ്കര പാടാണ്. മാർക്ക് അത്യാവശ്യം സ്കോർ ചെയ്യാവുന്നൊരു സബ്ജക്റ്റാണ് കെമിസ്ട്രി. അതായത് ഫിസിക്സിനെയും ബാക്കിയുള്ള സബ്ജക്റ്റിനെ വെച്ച് നോക്കുമ്പോഴത്തേക്കും കെമിസ്ട്രിക്ക് ആ കെമിക്കൽ ഫോമുല എഴുതിയാൽ നമുക്ക് ഫുള്ളാണ്. പക്ഷെ ആ കെമിക്കൽ ഫോമുല തെറ്റിച്ചാൽ നമുക്ക് മാർക്ക് പോവും. അപ്പം എൻ്റെ ഒരു ഇപ്പോഴത്തെ ഇത്രയും നാളത്തെ ഒരു അനാലിസിസ് വെച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് ചോദിക്കാൻ നല്ല സാധ്യത ഉണ്ട്. പക്ഷേ ഫിസിക്സിന് ഉള്ള ഒരു ഫിസിക്സിന് ഈ വർഷം നോക്കിയപ്പം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഇല്ല. പക്ഷേ എന്തുകൊണ്ട് നിങ്ങൾ കെമിസ്ട്രിക്ക് പഠിക്കാതിരിക്കരുത്, കെമിസ്ട്രിക്ക് പഠിച്ചിട്ടേ പോകാവുള്ളൂ. ഇവന്തോ എന്തെങ്കിലും ചോദിക്കും, ആദ്യം നിങ്ങൾ ടെക്സ്റ്റ് ഒന്ന് റഫായിട്ട് ഫോമുലാസ് കാര്യങ്ങളൊക്കെ ഓടിച്ചു വിടുക. പിന്നെ ക്വസ്റ്റ്യൻ്റെ പാറ്റേൺ നോക്കുക, ക്വസ്റ്റ്യൻസ് ഓരോന്നായിട്ട് ചെയ്യുക. കാരണം ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോഴേ നമുക്ക് ഒരു പേടി ഉണ്ടാവും. ഇതിപ്പോൾ കോളേജിലാണെങ്കിലും ഞാൻ അങ്ങനെ തന്നെ ചെയ്തത്. ഒരു പേടി ഉണ്ടാവും നമുക്കെപ്പോഴും, അയ്യോ ഈ ക്വസ്റ്റ്യൻ കാണുമ്പോൾ എന്താ. പക്ഷെ ആ ഒരു പ്രീവിയസ് ഇയർ ഒരു 5-10 വർഷത്തിൽ ചെയ്യുമ്പോൾ നമുക്ക് ആ പേടി മാറും. പിന്നെ നമുക്കൊരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ ഓക്കെ അതെങ്ങനെയും ചെയ്യാനുള്ളൊരു കേപ്പബിലിറ്റി നമുക്ക് വരും. അപ്പം നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യണം, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യാതെ പോകരുത്. ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ 2021, 22, 23, 24 ഈ 4 വർഷത്തെങ്കിലും മിനിമം ചെയ്തിട്ട് പോകണം. കാരണം അതിൽ തന്നെ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് കാണും. ചില ക്വസ്റ്റ്യൻസ് ഒന്നും അവർ മാറ്റത്ത് പോലുമില്ല. പക്ഷെ പറയാൻ പറ്റില്ല, എല്ലാം നമ്മുടെ ഒരു പ്രഡിക്ഷൻസ് ആണ്. പക്ഷെ നമ്മൾ നമ്മുടെ ഡ്യൂട്ടി ചെയ്താൽ നമുക്ക് മാക്സിമം എന്തെങ്കിലുമൊക്കെ എഴുതാൻ പറ്റും. അത് ചിലപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ വരണമെന്നില്ല, ഈ ഒരു ക്വസ്റ്റ്യൻ്റെ വേറൊരു പാർട്ടായിട്ട് ചിലപ്പോൾ ചോദിച്ചേക്കാം. അപ്പം അങ്ങനെ ഒരു റിഗറസ് ഒരു ട്രെയിനിങ് പോലെയാണ് ഈ കെമിസ്ട്രി എന്ന് പറയുമ്പോൾ. കാരണം ആ ഒരു ഫോമുലാസ് ഓർക്കണം, ഫോമുലാസിന് കുറേ ഇക്വേഷൻ ഉണ്ട്, കുറേ ഇക്വേഷൻ ഉണ്ടാക്കേണ്ട പേരുകളുണ്ട്, അതൊക്കെ വൃത്തിക്ക് ഓർക്കണം. അപ്പോൾ എല്ലാത്തിനും ഞാൻ ഓരോ ട്രിക്ക് വെച്ചിട്ടാണ് പഠിച്ചുകൊണ്ടിരുന്നത്. അതായത് ഇപ്പോൾ എന്തിനെങ്കിലും എൻ്റെ ലൈഫിൻ്റെ ഏതെങ്കിലും സിറ്റുവേഷൻ അല്ലെങ്കിൽ ലൈഫിൻ്റെ എന്തെങ്കിലും കാര്യങ്ങളായിട്ട്, ഇപ്പോൾ കളറ് അല്ലെങ്കിൽ കളറായിരുന്നു, പിന്നെ ഫുഡ് ഐറ്റംസ്, അങ്ങനെയൊക്കെ വെച്ചിട്ടാണ് ഞാൻ പഠിച്ചുകൊണ്ടിരുന്നത്. കാരണം എനിക്കും ഇങ്ങനെ പെട്ടെന്ന് ഫോമുലാസൊക്കെ മറക്കുന്ന ഒരു ശീലം ഉണ്ടായിരുന്നു, ഈവൻ ഞാൻ കുറേ പഠിച്ചാലും. അപ്പോൾ അതുകൊണ്ട് ഞാൻ എല്ലാത്തിനും ട്രിക്ക് യൂസ് ചെയ്തിട്ടാണ് പഠിച്ചത്. ഞാൻ ബയോളജിക്കും അങ്ങനെ തന്നെയാണ് പഠിച്ചത്. അപ്പം ഇതൊക്കെ അത്രയൊക്കെ തന്നെ ഉള്ളൂ. അതായത് നമ്മൾ മെയിൻലി കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്, ഇപ്പം നിങ്ങൾ ചാപ്റ്റേഴ്സ് ഒന്നും എന്തെങ്കിലും നോക്കാത്ത ആരും ഇല്ലയെന്ന് എനിക്കറിയാം. ഒന്നും നോക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ അവർ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അതായത് ഓരോ ക്വസ്റ്റ്യനും ചുമ്മാ ചെയ്താൽ പോരാ, നമ്മൾ വൃത്തിക്ക് അത് എഴുതി പഠിക്കണം. പിന്നെ മനസ്സിലാക്കുകയും ചെയ്യണം. മനസ്സിലായോ? ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് കഴിഞ്ഞ് പിന്നെ ആ ക്വസ്റ്റ്യൻ ചോദിച്ചാലും നമുക്കത് പറയാൻ പറ്റണം. അപ്പം മെയിൻലി പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുക, സാമ്പിൾ പേപ്പർ നോക്കുക. അതിൻ്റെ ഒരു ട്രെൻഡ് ഫിസിക്സിലും വന്നിട്ടുണ്ട്. സോ നമുക്ക് പറയാൻ പറ്റത്തില്ല, പ്രഡിക്ഷൻ ചിലപ്പോൾ ശരിയായേക്കാം. പിന്നെ ചാപ്റ്റേഴ്സ് ഇമ്പോർട്ടൻ്റ് നോക്കേണ്ടത് ഞാൻ ഇനി അടുത്ത വീഡിയോയിലിടാം. അപ്പോൾ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണം, എന്നാലും നമുക്ക് കുറേയും കൂടെ വീഡിയോ ഇടാൻ എനിക്കൊരു മോട്ടിവേഷൻ ഉണ്ടാവും. അതുകൊണ്ട് ഞാൻ എന്തായാലും വീഡിയോ ഇടും. എനിക്കറിയാം കുറേ പേർക്ക് ഒരു മലയാളം വീഡിയോസ് വേണം എന്ന് എനിക്കറിയാം. സോ ബൈ. പിന്നെ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.